ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വല്യച്ഛൻ്റെ മകൻ്റെ വീട് വാർപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ എണീറ്റത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ രാവിലെ നേരത്തെ ഒന്നും എണീക്കില്ല കേട്ടോ. അപ്പോൾ എണീറ്റപ്പോഴേക്കും അമ്മ അതാ വെള്ളപ്പവും സാമ്പാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. നല്ല ചൂടുള്ള ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വാർപ്പിന്. ഇച്ചുക്കുട്ടന് എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ ഞങ്ങൾ വല്യച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടി ഇച്ചുക്കുട്ടന് മഞ്ചൊക്കെ കൊടുത്തു. ഇതാണ് കേട്ടോ അവന്തിക കുട്ടി, എൻ്റെ വല്യച്ഛൻ്റെ മകളുടെ കുട്ടിയാണ് കേട്ടോ. പിന്നെ എടുത്തമ്മയുടെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരും കൂടി വരാണ്ടായിരുന്നു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. ഇതാണ് എൻ്റെ അമ്മക്കുട്ടി. അപ്പോൾ അമ്മക്കുട്ടി ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എത്തി, ഞങ്ങളിതാ പോവുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ വീടിൻ്റെ വാർപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അനിയേട്ടനാണ് കേട്ടോ ആ മുകളിൽ കയറി നിൽക്കുന്നത്. അപ്പോഴേക്കും ചായക്കുള്ള ഗ്ലാസ്സൊക്കെ ഇട്ട് അബി അങ്ങോട്ട് എത്തി കേട്ടോ. അപ്പോൾ അതാ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ വല്യച്ഛൻ അവിടെ നിന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ അതാ അവിടുത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോഴൊക്കെ ആദിക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ വാർപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അതാ ഇച്ചുക്കുട്ടൻ്റെ അച്ചച്ചൻ വന്നിട്ട് ഇച്ചുക്കുട്ടന് പാപ്പ കൊടുന്ന് കൊടുക്കുകയാണ് കേട്ടോ. പാപ്പ കിട്ടിയപ്പോൾ ഇച്ചുക്കുട്ടന് സന്തോഷമായി കേട്ടോ. അച്ചച്ചൻ വരുമ്പോൾ ആദ്യം അച്ചച്ചൻ്റെ ബാഗാണ് കേട്ടോ അവൻ തുറന്ന് നോക്കുക. അങ്ങനെ പാപ്പയൊക്കെ കിട്ടിയപ്പോൾ അവ അതൊക്കെ പൊളിച്ചു തരാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ അതൊക്കെ പൊളിച്ചു കൊടുത്തു. അപ്പോൾ അവന് നല്ല സന്തോഷമായി. അങ്ങനെ അവൻ ഫോണ് നോക്കിയിട്ട് പാപ്പയൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛനിത് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ കഞ്ഞിയൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ബ്രെഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ മേമ വന്നത് കേട്ടോ. ഞാനീന്നാണ് വിളിക്കുക. അപ്പോൾ വാതിൽ തുറക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വാതിലൊക്കെ തുറന്നു കൊടുത്തു. അപ്പോൾ മേമേനെ കണ്ടപ്പോൾ അവന് സന്തോഷമായി കേട്ടോ. അടുത്ത മിഠായി കൊടുന്ന് കൊടുക്കുന്ന ആളാണ് കേട്ടോ അത്. അവൾ വാതിൽ തുറന്നത് 2 മഞ്ചായിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. അവൾക്ക് അത് വാങ്ങിച്ച് വേഗം അവളുടെ അടുത്തേക്ക് പോയി കേട്ടോ. അങ്ങനെ മഞ്ച് കിട്ടിയ സന്തോഷത്തിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അവൻ അറിയണില്ല കേട്ടോ. അങ്ങനെ അവളെ പോയിട്ട് കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. മഞ്ച് പൊളിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തരില്ല കേട്ടോ. കാരണം അവൻ്റേത് ഞാൻ തട്ടിപ്പറിച്ചെടുക്കുമെന്ന് അവനറിയാം. അങ്ങനെ അത് അവൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് ഒടുവിൽ അവൻ ആരും പൊളിച്ചു കൊടുക്കണില്ല കണ്ടപ്പോൾ എൻ്റെ അടുത്തോട്ട് തന്നെ വന്നു കേട്ടോ. അങ്ങനെ മഞ്ചൊക്കെ പൊളിച്ചു കൊടുത്ത് ഇനി വേറെ മിഠായി വേണം പറഞ്ഞ് അവളെ ശല്യം ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.